നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണത് റിങ്ങോട് ഡെഫിനിഷനിലൂടെയാണ്. അപ്പോൾ റിങ്ങിൻ്റെ ഡെഫിനിഷനിൽ 3 കണ്ടീഷൻസാണ് ഉള്ളത്. അപ്പോൾ ഈ ഡിഫൈൻഡ് റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സാം പേപ്പറിൽ എ പാർട്ടിൽ ചോദിക്കാം. അപ്പോൾ ഇത് നോക്കൂ, എ റിങ് ആർ പ്ലസ് ഡോട്ട് ഈസ് എ സെറ്റ് ആർ വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ് പ്ലസും ഡോട്ടും. അപ്പോൾ ഇത് എന്തെല്ലാം കണ്ടീഷൻസിന് സാറ്റിസ്ഫൈ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ആർ പ്ലസ് എന്ന് പറയുന്നത് അബീലിയൻ ഗ്രൂപ്പ് ആവണം. അബീലിയൻ ഗ്രൂപ്പ് നമ്മൾ S3 പഠിച്ചിട്ടുള്ളതാണ്. പിന്നെന്താണ് അടുത്ത് പറയേണ്ടത്? ദ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആവണം. എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി ഫോർ ഓൾ എ ബി സി എലമെൻറ്റ് ഓഫ് ആർ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യണം. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി, എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ സി പ്ലസ് ബി സി. അതിനൊരു എക്സാമ്പിളാണ് എന്ത്? 2 into 2 മെട്രിക്സ് അണ്ടർ യൂഷ്വൽ ഡെഫിനേഷൻ ഓഫ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഫോം എ റിങ്. നമ്മളിത് ക്ലാസ്സിൽ എക്സാമ്പിൾ കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിന് റിങ്ങിന് റൈറ്റ് ആൻഡ് എക്സാമ്പിൾ ഫോർ എ റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. Z6 പ്ലസ് ഡോട്ട്. അപ്പോൾ അത് എഴുതിയാൽ മതി, കാരണം അത് എന്താണ് പ്രൂവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്, കുറേ സ്റ്റെപ്പുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻഡ് എക്സാമ്പിൾ ഫോർ എ റിങ് എന്ന് ചോദിക്കുമ്പോൾ അത് എഴുതാം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ S3 പഠിച്ച പോലെ തന്നെ എ ഡോട്ട് ബി എന്ന് പറയണതും ബി ഡോട്ട് എ ആയിരിക്കണം. റിങ് ഈസ് സെഡ് ടു ബി കമ്മ്യൂട്ടേറ്റീവ് റിങ് ഇഫ് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. ഈ റിങ് വിത്ത് ഐഡൻറ്റിറ്റി. റിങ് വിത്ത് ഐഡൻറ്റിറ്റി പറയുമ്പോൾ റിങ്ങിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും കൂടി ഉണ്ടാവണം. പിന്നെ യൂണിറ്റ്, നമ്മളെപ്പോഴാണ് യൂണിറ്റ് പറയുക? അതായത് ചില എലമെൻസിന് എന്തുണ്ടാവും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ്. അപ്പോൾ എന്താണ് യൂണിറ്റ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻസിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. ഇനിയിപ്പോൾ അടുത്ത് കണ്ട് എക്സാമ്പിൾ ഓഫ് എ റിങ് Z6 പ്ലസ് ഡോട്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അണ്ടർ Z6 ഡസ് നോട്ട് ഫോം എ ഗ്രൂപ്പ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താ? ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പറയാം കേട്ടോ. ഇനിയുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിങ്. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് എന്ത് ചെയ്താലാണ് എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാം. ഇപ്പോൾ Z6ലെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ Znലെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയണതോ n ആയിരിക്കും. ഇതെങ്ങനെയാണ് കിട്ടണേ വെച്ചാൽ Z6ലെ എലമെൻറ്റ്സ് എങ്ങനെയാണ്? 0 1 2 3 4 5 അല്ലേ? ഫുൾ എലമെൻറ്റ്സ് എന്താണ്? 0 1 2 3 4 5. ഇപ്പം നമ്മൾ അതിനെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. ഏത് n എടുത്താലും 6 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6ൻ്റെ മൾട്ടിപ്പിൾസൊക്കെ Z6ൽ ആരാ നമുക്ക് കിട്ടുക? ഇപ്പം പറയാച്ച ഞാൻ 6 എടുത്തു. 6 നമ്മൾ Z6ൽ എന്താ എഴുതുക? 0 എന്നാണ് എഴുതുക. 12 നമ്മൾ Z6ൽ എന്താ എഴുതുക? 0 എന്നാണ് എഴുതുക. അപ്പോൾ Zn പ്ലസ് ഡോട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ആര്? n. പിന്നെ അതാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിങ്. കണ്ടോ, ഈ എന്നിൻ്റെ പ്രത്യേകത എന്താണ്? അത് ചെറുതായിരിക്കണം. അപ്പോൾ Z6ൽ 6. ഇതേ കണ്ടീഷൻ തന്നെ 12ഉം 24ഉം 13 36 ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം 36ൻ്റെ മൾട്ടിപ്പിൾസിനൊക്കെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0 തന്നെയാണ് കിട്ടുക. പക്ഷേ അങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനിൽ ഏറ്റവും ചെറിയ ആൾ ആരാണോ ആ ആളേനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഇഫ് എ പോസിറ്റീവ് ഇൻറ്റീജർ n എക്സിസ്റ്റ് സച്ച് ദാറ്റ് n ഈക്വൽ ടു 0 ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് ആർ, ആ ചെറിയ എന്നിനെ വിളിക്കണ പേരാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിങ് ആർ. അപ്പോൾ ചില കേസിൽ നമുക്ക് അങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവില്ല. Znൽ n ആണെന്ന് പഠിച്ചു, R Q ഇതിലൊന്നും ക്യാരക്ടറിസ്റ്റിക് ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയും? അത് ക്യാരക്ടറിസ്റ്റിക് 0 ആണ്.
ഇനി അടുത്തൊരു ടോപ്പിക്കാണ് എന്ത്, റിംഗ് ഓഫ് പോളിനോമിയൽസ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻറ്റു ചെയ്യാനും ആഡ് ചെയ്യാനും പ്ലസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ, Z2H ഈസ് എ റിംഗ് ഓഫ് പോളിനോമിയൽ വിത്ത് Z2Hലെ ആരൊക്കെ ഉണ്ടാവുക വെച്ചാൽ അതിൽ പോളിനോമിയൽസ് ആണ് ഉണ്ടാവുക. പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻ്റ് എവിടുന്ന് വരണം, Z2 എന്ന് വരണം. Z2Hൽ ആരുണ്ടാവുക, പോളിനോമിയൽസ് ആണ് ഉണ്ടാവുക. ആ പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻ്റ് എവിടുന്ന് വരണം, Z2 എന്ന് വരണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ചാൽ 1+H ഇൻറ്റു 1+H. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്താ കിട്ടുക, 1+2H + H². പക്ഷെ നമുക്ക് Z2ൽ ഈ 1+2H + H² എന്താണെന്നറിയാം. 2 എന്ന് പറയുന്നത് Z2ൽ 0. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 1+H² എന്നാണ് കിട്ടുക. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും സ്ഥിരമായിട്ടും ഇതൊക്കെ കുറേ ഡെഫിനിഷൻ്റെ ഉള്ളിൽ 7 മാർക്കിൻ്റെ അതായത് ഇത് തന്നെ വരുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇതും കൂടി. ഇപ്പോൾ Z6Hൽ ആരൊക്കെ ഉണ്ടാവുക, പോളിനോമിയൽസ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് കം ഫ്രം എവിടെയായിരിക്കും, Z6. അത് കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 4+2H + 5+4H 4+5 Z6ൽ എന്താ, ശരിക്കും 9 പക്ഷേ Z6ൽ ആരാണ്, 9 / 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡറാണ് 3. 2H + 4H, അതായത് ഇത് Z6ൽ ഇതെങ്ങനെ നോക്കുക വെച്ചാൽ 6നേക്കാൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ പിടിച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണോ അത്. ഇപ്പോൾ 4H + 2H എന്താ വരിക, 6H. 6H Z6ൽ ആരാണ്, 0 ആണ്. അതാണ്. ഇനി അടുത്തതാണ് കോഷ്യൻ റിംഗ്. നമ്മുടെ സ്ഥിരം വരണ ക്വസ്റ്റ്യൻ ആണെന്ത്, കോഷ്യൻ റിംഗ്. പിന്നെ നമ്മൾ വിട്ടുപോയത് ഏതാണ്, റിംഗ് ഓഫ് പോളിനോമിയൽസ്. ആ ഡെഫിനിഷൻ നോക്കുക, 6 റിംഗാണ്. പോളിനോമിയൽ f(x) വിത്ത് n വിത്ത് കോഎഫിഷ്യൻസ് എവിടെ നിന്നാണ് വരുന്നത്, ആറിൽ നിന്നാണ് വരുന്നത്. f(x) ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, a0 + a1h + etc. an(n). ജസ്റ്റ് ഒരു പോളിനോമിയൽ എഴുതി. ഇതിൽ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രി എന്നാന്ന് പറഞ്ഞതുകൊണ്ട് ആ എന്നിൻ്റെ x(n)ൻ്റെ കോഎഫിഷ്യൻ്റ് ഒരിക്കലും 0 ആവാൻ പാടില്ല. ഈ എക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെറ്റർമിനേറ്റ്. അപ്പോൾ അത്ര എഴുതിയാൽ മതി. റൈറ്റ് ഡെഫിനിഷൻ ഓഫ് റിംഗ് ഓഫ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 റിംഗാണ്. എ പോളിനോമിയൽ f(x) വിത്ത് ഡിഗ്രി n വിത്ത് കോഎഫിഷ്യൻസ് ഇൻ r. കോഎഫിഷ്യൻ്റ് എവിടുന്ന് വരണം, ആറിൽ നിന്ന് തന്നെ വരണം. അതെങ്ങനെയാണ്, f(x) = നിങ്ങൾ സമ്മേഷൻ്റെ അതൊന്നും എഴുതാൻ നിൽക്കണ്ട, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. ബുദ്ധിമുട്ടില്ലാത്തവർ എഴുതിക്കോളൂ, ബുദ്ധിമുട്ടുള്ളവർ അത് ആ ഒരു സമ്മേഷൻ i = 0 to n ai h⁻i എന്ന് എഴുതാൻ നിൽക്കണ്ട. f(x) = a0 + a1h + etc. an h⁻n. അതാണ് പോളിനോമിയൽ വിത്ത് എന്ത്, n ഡിഗ്രി. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നോക്കിയാൽ 4+2H × 5+4H. ഇത് സാധാ പോലെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 4 × 5 20 + 4 × 4 16H + അടുത്തത് എന്താ വരിക, 2 × 5 10H + 2H × 4H 8H². അത് Z6ൽ അപ്ലൈ ചെയ്യുമ്പോൾ 20 വന്നു. അപ്പോൾ 20/6 അതിൻ്റെ റിമൈൻഡറാണ് ആര്, 20/6 നമുക്കറിയാം 18 റിമൈൻഡർ 2 വന്നു. ഇനി 16H + 10H 26H. അപ്പോൾ 24 വരും. അപ്പോൾ അവിടെ റിമൈൻഡർ എന്താ വരും, ഒന്നും ചെയ്യാനില്ല. 26 / 6 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്താ വരണേ നോക്കുക, അവിടെ 2 ആണ് വരിക. 8H². 8/6 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താ വരിക, 2 ആണ് റിമൈൻഡർ വരിക.